ദേശീയപാത വികസനത്തിന്റെ പേരിൽ മാവുങ്കാൽ ടൗണിൽ നടപ്പാക്കേണ്ട വികസനങ്ങളെ അവഗണിക്കുന്ന അജാനൂർ പഞ്ചായത്ത് നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തിങ്കളാഴ്ച BMS അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kuttiyadi. പോരാട്ടത്തിൻ പാതയിലൂടെ വരുന്നു ഞങ്ങൾ ജയ് ജയ് BMS ജയ് ജയ് വിവിധ മേഖലകളിൽ നിന്നും മാവുങ്കാലിലെത്തുന്ന ജനങ്ങൾ നേരിടുന്ന യാത്രാക്ലേശം പരിഹരിക്കുക, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക, മാവുങ്കാലിന്റെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമായ ബസ് ബേ നിർമ്മാണം യാഥാർത്ഥ്യമാക്കുക, മാവുങ്കാലിൽ പൊതു ശൌചാലയം നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BMS അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അജാനൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ BMS സംസ്ഥാന സമിതി അംഗം VB സത്യനാഥ് ഉദ്ഘാടനം ചെയ്തു. ഹൈവേ വികസനത്തിന് ഭാരതീയ വസ്തുക്കൾ പറ്റില്ല. പക്ഷേ ഇന്ന് ഹൈവേ വികസനത്തിന്റെ പേര് പറഞ്ഞ് മലയോര മേഖലകളിൽ ഒരു വാഹനം കടന്നു പോകണമെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടി മൂലക്കണ്ടത്ത് പോയിട്ട് വേണമെന്ന് പാണപ്പുറം മലയോര മേഖലയിൽ വണ്ടി കടന്നു പോകാൻ. സാധാരണ ഓടുന്ന ഒരു ഓട്ടോക്കാരന് 30 രൂപ വാടക കിട്ടുന്നെങ്കിൽ 40 രൂപ ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ മാത്രമാണ് ആ ഓട്ടോക്കാരന് 30 രൂപ വാടക കിട്ടുന്നത്. കാരണം മാവുങ്കാൽ ടൗണിൽ ആനന്ദാശ്രമം വരെ പോവുകയാണെങ്കിൽ ഓട്ടോ ഇന്ന് മൂലക്കണ്ടം പോയിട്ട് ഇവിടെ തിരിച്ചു വന്ന് ആ ആനന്ദാശ്രമം വരെ പോകാൻ. കാരണം ആ ഹൈവേയുടെ പണി കാരണം ഈ പഞ്ചായത്തിന്റെ അനാസ്ഥ കാരണമാണ് ഇങ്ങനെ റോഡിന്റെ ആ അനാസ്ഥ കാണാൻ സാധിച്ചത്. BMS പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരീഷ് കാട്ടുകുളങ്ങര അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KV ബാബു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ വാഴക്കാട്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺറോഡ്, ഹോസ്ദുർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ചെമ്പിലോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ബിനു പുതിയകണ്ഠൻ സ്വാഗതവും ട്രഷറർ കോമളൻ നന്ദിയും പറഞ്ഞു. കിഴക്കുംകരയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ബാബു കൊടവലം, കുഞ്ഞികൃഷ്ണൻ പുല്ലൂർ, സുനിൽ നാലപ്പാടം, മണി കണിയാങ്കുണ്ട്, മനോജ് കല്യാണം, CN നാരായണൻ, മനോജ് ചേറ്റുകുണ്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.